ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് കുറച്ച് നമുക്ക് വേണ്ടുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും പഠിക്കാം. ഫംഗ്ഷൻ ഉപയോഗിച്ച് ആറിലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് അതിൻ്റെ മീനും മീഡിയനുമാണ്. പിന്നെ നമുക്ക് ഫോർമുല യൂസ് ചെയ്ത് ജോമെട്രിക് മീനും ഹാർമോണിക് മീനും മോഡും ഒക്കെ കണ്ടുപിടിക്കാം. നമുക്ക് തൽക്കാലം ആവശ്യം മീൻ, മീഡിയൻ ആൻഡ് ജോമെട്രിക് മീൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് മീൻ ഡീവിയേഷൻ. പിന്നെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നോട് നോക്കാം. ഓൾറെഡി നമ്മൾ കൺസിഡർ ചെയ്ത പല എക്സാമ്പിൾസിലും ഞാൻ നിങ്ങളോട് പറയുകയും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ റോ ഡേറ്റ സെറ്റിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് കേട്ടോ. റോ ഡേറ്റ സെറ്റിന്റെ മീനും മീഡിയനും കണ്ടുപിടിക്കാൻ നമുക്ക് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. മീൻ കണ്ടുപിടിക്കുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ മീൻ തന്നെയാണ് പേര്. മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷന്റെ പേര് മീഡിയൻ എന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ഡേറ്റ സെറ്റിന്റെ അരിത്മെറ്റിക് മീനും മീഡിയനും കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, നമ്മളുടെ വേരിയബിളിലേക്ക് ആ ഡേറ്റയെ സ്റ്റോർ ചെയ്യണം. എന്നിട്ട് നമ്മൾ മീൻ ഓഫ് എക്സും, എക്സ് ആണ് നമ്മുടെ വേരിയബിൾ നെയിം, മീൻ ഓഫ് എക്സും മീഡിയൻ ഓഫ് എക്സും എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻസ് ഉപയോഗിച്ച് അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാണ്. മീനിനെ നമ്മൾ എം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, മീഡിയനെ നമ്മൾ ME എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ സൂക്ഷിക്കണം, നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ എപ്പോഴും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആവാൻ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ പ്രോഗ്രാം എറർ കാണിക്കും. നമ്മൾ എന്നിട്ട് അത് മീനും മീഡിയനും വേരിയബിൾസിലോട്ട് സ്റ്റോർ ചെയ്തത് കാരണം അതിനെ കാണാൻ വേണ്ടി, അതിന്റെ വാല്യൂ എന്താന്ന് കാണാൻ വേണ്ടി നമ്മൾ ആ രണ്ട് വേരിയബിൾസിനെയും ഇവിടെ കോൾ ചെയ്യാണ്. അതാണ് എം എന്നും താഴെ ME എന്നും എഴുതിയേക്കുന്നത്. നമ്മളിത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആ വേരിയബിൾ സ്റ്റോർ ചെയ്ത വാല്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ വി ഹാവ് ടു സെലക്ട് ദിസ്. എന്നിട്ട് നമ്മളുടെ പ്രോഗ്രാം കൺസോളിലോട്ട്, സ്റ്റുഡിയോ കൺസോളിലേക്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാണ്. എല്ലാം കൂടെ ഒന്നിച്ച് റൺ ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പൊ നോക്കൂ, താഴെ വരൂ, കൺസോളിലേക്ക് നോക്കൂ. നമ്മളുടെ ഡേറ്റ അക്സെപ്റ്റ് ആയി, എം കാൽക്കുലേറ്റ് ചെയ്തു, ME കാൽക്കുലേറ്റ് ചെയ്തു. അത് രണ്ടും ഡിസ്പ്ലേ ചെയ്തേക്കുന്നതുണ്ടോ? മീൻ്റെ വാല്യൂ 22 ആണ്, മീഡിയന്റെ വാല്യൂ 20.5 ആണ്. അത് രണ്ടും നമ്മൾ ഈ വേരിയബിൾസിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. എന്തിനാണ് ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്? നമുക്കതിനെ വീണ്ടും എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. നമുക്കിപ്പം വേരിയബിളിലോട്ട് സ്റ്റോർ ഒന്നും ചെയ്യണ്ട, വെറുതെ ക്രിയേറ്റ് ചെയ്താൽ മതി എന്നാണെങ്കിൽ വേരിയബിൾ ഒന്നും ഇല്ലാതെ മീൻ ഓഫ് എക്സ് എന്നും ഇങ്ങനെ കൊടുത്തിട്ട് റൺ ചെയ്താൽ മതി. മീൻ ഓഫ് എക്സ് എന്ന് കൊടുത്ത് വെറുതെ റൺ ചെയ്താൽ നമുക്ക് ആൻസർ ഇവിടെ കാണാൻ പറ്റും, പക്ഷെ പിന്നീട് ആ വാല്യൂ വേറെ എവിടെയും റെഫർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കഴിയുന്നത്ര നമ്മൾ ആ ഫങ്ഷൻസിന് എൻ്റെ ആൻസർ ആയിട്ട് വരുന്ന വാല്യൂവിനെ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. നമുക്കത് പിന്നീട് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കാൽക്കുലേഷൻ ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് മീനും മീഡിയനും. നമുക്കിനി ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എങ്ങനെയാന്ന് നോക്കാം. ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫങ്ഷൻസ് ഒന്നുമില്ല. എന്തായിരുന്നു ജോമെട്രിക് മീൻ? x1 x2 എക്സെട്ര xn ഒബ്സർവേഷൻസ് ആണെങ്കിൽ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് x1 ഇൻറ്റു x2 ഇൻറ്റു എക്സെട്ര xn അതിന്റെ nth റൂട്ട് ആണ് അല്ലേ? We have already learned it. nth റൂട്ട് എന്ന് വെച്ചാൽ raised to 1/n. അതായത് ജോമെട്രിക് മീൻ is x1 x2 എക്സെട്ര xn the whole raised. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല ഡയറക്ട്ലി കൊടുത്ത് പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ കൊടുത്തോണ്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒബ്സർവേഷൻസ് ഒന്നൊന്നായിട്ട് എടുത്ത് അതിന്റെ പവർ 1/nth പവർ കണ്ടുപിടിച്ചാൽ മതി. n എന്ന് പറയുന്നത് എന്താണ്? ആ ഡേറ്റ സെറ്റിലെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഒരു ഡേറ്റ സെറ്റിലെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എക്സ് എന്നാണ്. ഇപ്പൊ n എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എക്സ് എന്ന് എഴുതിയാൽ നമുക്ക് എന്നിന്റെ വാല്യൂ കിട്ടും. അതുപയോഗിച്ച് നമുക്ക് ഈ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. പക്ഷേ ഈ ഫോർമുല ശരിക്കും പ്രോഗ്രാമിംഗിൽ പ്രോഗ്രാമിംഗിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയിരിക്കും. GM എന്ന് പറയുന്നത് നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് x1 ഇൻറ്റു x2, ഇൻറ്റു എന്ന് പറയുന്നത് സ്റ്റാർ ആണ് കേട്ടോ, സ്റ്റാർ ഇൻറ്റു x2 ഇൻറ്റു അങ്ങനെ നമ്മൾ എല്ലാം x1 x2 അല്ലല്ലോ, നമ്മുടെ നമ്പേഴ്സ് അല്ലേ, ആ നമ്പേഴ്സ് എല്ലാം ഇവിടെ നിരത്തി എഴുതി, അതെല്ലാം എഴുതി എക്സെട്ര എല്ലാം എഴുതിയ ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് റേസ് ടുന്റെ സിമ്പിൾ ഈ ആരോ ആണ്,
റേസ് ടു ഒരു ബ്രാക്കറ്റിനകത്ത് 1/n. ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ജി എമ്മിന്റെ വാല്യൂ കിട്ടും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒബ്സർവേഷൻസ് എല്ലാം ഇവിടെ എഴുതണം. ഒരു ഒബ്സർവേഷൻ വിട്ടുപോവോ തെറ്റിപ്പോവോ ഒക്കെ ചെയ്താൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി കൺവീനിയന്റ് ലോഗരിതം എടുത്ത് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഫോർമുല ഇല്ലേ, ജി എമ്മിന്റെ ഒറിജിനൽ ഫോർമുല, അതിന്റെ ലോഗരിതം എടുക്കുമ്പോൾ എന്ത് വരും? ലോഗ് ജി എം എന്ന് പറയുന്നത് 1/n ഇൻറ്റു ലോഗ് x1 x2 എക്സെട്ര xn ആണ്. ബട്ട് വാട്ട് ഇസ് ലോഗ് x1 x2 എക്സെട്ര xn? ഇറ്റ് ഇസ് ലോഗ് x1 പ്ലസ് ലോഗ് x2 പ്ലസ് എക്സെട്ര പ്ലസ് ലോഗ് xn. നിങ്ങൾ ഈ ഇത്രയും പാർട്ട് നോക്കൂ, ഇത്രയും പാർട്ട് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്താണ് ഇത് ആക്ച്വലി? ലോഗരിതം വാല്യൂസ് എല്ലാം കൂടെ സം ചെയ്തിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അതെന്ന് പറയുന്നത് ലോഗരിതം വാല്യൂസിന്റെ മീൻ തന്നെ അല്ലേ? അതായത് 1/n ഇൻറ്റു ലോഗ് x1 പ്ലസ് ലോഗ് x2 പ്ലസ് എക്സെട്ര പ്ലസ് ലോഗ് xn എന്ന് പറയുന്നതിന് പകരം മീൻ ഓഫ് ലോഗ് xi എന്ന് വേണേലും പറയാലോ. ലോഗ് xi വാല്യൂസിന്റെ മീൻ കണ്ടുപിടിക്കാൻ ഓൾറെഡി നമ്മുടെ കയ്യിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ വാല്യൂസ് എൻ്റർ ചെയ്ത് തെറ്റിപ്പോവോ എന്നൊന്നും പേടിക്കണ്ട. അപ്പൊ ഈ മെത്തേഡ് വെച്ചിട്ട്, അതായത് ലോഗ് ജി എം എന്ന് പറയുന്നത് ലോഗരിതമിക് വാല്യൂസിന്റെ മീൻ ആണ് എന്ന മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ലോഗ് ജി എം കണ്ടുപിടിച്ചാൽ അതിന്റെ എക്സ്പൊണൻഷ്യൽ എടുക്കുമ്പോൾ നമുക്ക് ജി എം കിട്ടും. കാരണം ലോഗരിതത്തിന്റെ എക്സ്പൊണൻഷ്യൽ എടുത്താൽ ലോഗരിതത്തിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ അതല്ലേ. അപ്പൊ ആ രീതിയിലാണ് ജി എം കണ്ടുപിടിക്കാൻ എളുപ്പം. എന്ത് ചെയ്യണം? കുറേ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അതിന്റെ ലോഗരിതമിക് വാല്യൂസ് കണ്ടുപിടിക്കണം. ഇപ്പൊ എക്സാമ്പിൾ നോക്കൂ, നമ്മുടെ കയ്യിൽ കുറെ എക്സ് ഉണ്ട്, എക്സിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് ജി എം ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ്. ആദ്യം തന്നെ ഒരു പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ആ വേരിയബിൾ എന്ന് പറയുന്നത് ലോഗ് ഓഫ് എക്സ് ആണ്. ഓക്കെ, ആ വേരിയബിളിലെ വാല്യൂസ് കാണണമെങ്കിൽ നമുക്ക് ഇതേപോലെ അതിനെ കോൾ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ലോഗരിതമിക് വാല്യൂസിന്റെ മീൻ കണ്ടുപിടിക്കണം. ഞാൻ അതിനെ ലോഗ് ജി എം എന്നുള്ളൊരു പേരിലോട്ട് സ്റ്റോർ ചെയ്തു. നമ്മൾ ഈ ലോഗരിതമിക് വാല്യൂസ് വൈയിലായിരുന്നു, വൈയുടെ മീൻ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ മീനിന്റെ എക്സ്പൊണൻഷ്യൽ എടുത്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ജി എം കിട്ടും. അപ്പൊ നമ്മൾ ലോഗ് ജി എം കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ലോഗ് ജി എമ്മിന്റെ എക്സ്പൊണൻഷ്യൽ കണ്ടുപിടിച്ചു. ഇ റേസ് ടു ലോഗ് ജി എം അത് കണ്ടുപിടിച്ചു. ഇ റേസ് ടു എക്സ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ ആണ് ഇ എക്സ് പി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പൊ അത് ഉപയോഗിച്ച് നമ്മൾ ലോഗ് ജി എമ്മിന്റെ എക്സ്പൊണൻഷ്യൽ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ജോമെട്രിക് മീൻ കിട്ടും. ഓക്കെ, അപ്പൊ ഒബ്സർവേഷൻ തന്നിട്ടുണ്ടാവും, ലോഗരിതം എടുക്കണം, ലോഗരിതത്തിന്റെ മീൻ എടുക്കണം, ആ മീനിന്റെ എക്സ്പൊണൻഷ്യൽ വാല്യൂ എടുക്കണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫൈനലി കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മളുടെ ഡേറ്റ സെറ്റിന്റെ ജോമെട്രിക് മീൻ. നമുക്കൊന്ന് ട്രൈ നോക്കാം. ആ കോഡ് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തു ആൻഡ് ഐ ആം റണ്ണിങ് ഇറ്റ്. കണ്ടോ, ജോമെട്രിക് മീൻ ആണ് ഫൈനൽ ആൻസർ. നമ്മൾ എന്തൊക്കെയാ ചെയ്തത്? ആദ്യം ഒബ്സർവേഷൻസ് കൊടുത്തു, അതാണ് ഈ കിടക്കുന്ന ഒബ്സർവേഷൻസ് എല്ലാം കൊടുത്തു. അതിനുശേഷം ലോഗ് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ വൈയെ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു, അതാണ് ഈ കിടക്കുന്നത്. ഇതെല്ലാം വൈയുടെ വാല്യൂസ് ആണ്. എന്നിട്ട് ലോഗ് ജി എം എന്നൊരു വേരിയബിളിലോട്ട് വൈ വാല്യൂസിന്റെ മീനിനെ സ്റ്റോർ ചെയ്തു. ഇതാണ് ലോഗ് ജി എമ്മിന്റെ വാല്യൂ. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ എക്സ്പൊണൻഷ്യൽ എടുത്തു, അതിനെ നമ്മൾ ജി എം എന്ന് വിളിച്ചു. ഇതാണ് ജി എമ്മിന്റെ വാല്യൂ. അപ്പൊ ഇങ്ങനെ നമുക്ക് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാം. അപ്പൊ ഇത്രയാണ് നമ്മളുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇനി നമുക്ക് വേണ്ടുന്നത് ഒന്ന് രണ്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്. അതിൽ ആദ്യത്തേത് വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പിന്നത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഭയങ്കര എളുപ്പമാണ്. വേരിയൻസ് കണ്ടുപിടിക്കാൻ വാർ എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ എസ് ഡി എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. അപ്പം നമ്മുടെ ഡേറ്റ സെറ്റ് എടുത്തു. എന്നിട്ട് അതിന്റെ വേരിയൻസിനെ നമുക്ക് വേണമെങ്കിൽ വാർ 1 എന്നൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമുക്ക് std1 എന്ന വേരിയബിളിലോട്ടും സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്ത് വരും എന്ന്. It's very easy. ജസ്റ്റ് ആ ഫംഗ്ഷൻസ്, അതല്ല ആ ഫംഗ്ഷൻസിന്റെ പേരുകളെല്ലാം തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സാധനത്തിന്റെ സിമിലർ നെയിംസ് ആണ്. റൺ ചെയ്യാണ്, കണ്ടില്ലേ, രണ്ടും കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷെ വാല്യൂ കാണാൻ പറ്റത്തില്ല. വാല്യൂ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ വേരിയബിൾസിനെ നമ്മൾ ഇങ്ങനെ കോൾ ചെയ്യണം. ഓക്കെ, std1 കോൾ ചെയ്തിട്ട് ഒന്നിച്ചങ്ങ് റൺ ചെയ്യണം, രണ്ട് വാല്യൂസും ഒന്നിച്ച് കാണാൻ വേണ്ടിയിട്ട്.
ഇതാ വന്നു. വേരിയൻസിന്റെ വാല്യൂ 18.347ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വാല്യൂ 4.28. അപ്പൊ ഇതാണ് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഡയറക്റ്റ് ഫങ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് അത് അടുത്തത് നമ്മളുടെ മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീൻ ആണ്. മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീൻ. എന്തായിരുന്നു മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീനിന്റെ ഫോർമുല? 1/n സമ്മേഷൻ മോഡ് xi മൈനസ് എക്സ് ബാർ അല്ലേ? 1/n സമ്മേഷൻ മോഡ് xi മൈനസ് എക്സ് ബാർ എന്ന് വെച്ചാൽ 1/n സമ്മേഷൻ മോഡ് xi മൈനസ് മീൻ. 1/n സമ്മേഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എല്ലാത്തിനെയും സം ചെയ്തിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് തന്നെയല്ലേ ആവറേജിന്റെ മീനിങ്ങും. അപ്പോ 1/n സമ്മേഷൻ മോഡ് xi മൈനസ് മീൻ എന്ന് പറയുന്നതിന് പകരം ഈ xi മൈനസ് മീൻ വാല്യൂസിന്റെ മീൻ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ പോരെ? കാരണം 1/n സമ്മേഷൻ ഒബ്സർവേഷൻസിനെ സം ചെയ്ത് n കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആവറേജ് കണ്ടുപിടിക്കുക എന്നാണ്. ആവറേജ് എന്ന് വെച്ചാൽ മീൻ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ എന്തിനെയാണ് സം ചെയ്യുന്നത്? മോഡ് xi മൈനസ് മീൻ എന്ന് പറഞ്ഞ ആ വാല്യൂന്, അല്ലെങ്കിൽ മോഡ് xi മൈനസ് എക്സ് ബാറിന്. എക്സ് ബാറിന് പകരം ഞാനിപ്പോ തൽക്കാലം m എന്ന് ഇടുകയാണ്. അപ്പോ നമ്മൾ ഇവിടെ സം ചെയ്യുന്നത് മോഡ് xi മൈനസ് എമ്മിനെയാണ്, എന്നിട്ട് അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ സത്യത്തിൽ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് എല്ലാ ഒബ്സർവേഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള xi മൈനസ് എം കണ്ടുപിടിച്ച് അതിന്റെ മോഡ് എടുത്തു കഴിഞ്ഞിട്ട് ആ മോഡുലസ് വാല്യൂന്റെ ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായോ? മീൻ ഡീവിയേഷൻ ഇസ് ആക്ച്വലി ദി ആവറേജ് ഓഫ് മോഡുലസ് വാല്യൂസ് ഓഫ് xi മൈനസ് എക്സ് ബാർ. നമുക്ക് എക്സ് ബാർ അടിക്കാൻ ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ എം എന്ന് എഴുതിയേ ഉള്ളൂ. അപ്പോ മീൻ ഡീവിയേഷൻ ഡയറക്ട്ലി കണ്ടുപിടിക്കാൻ ആറില് നമുക്ക് പ്രോഗ്രാംസ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ xi വാല്യൂസ് കയ്യിലുണ്ട്. അതുപയോഗിച്ച് നമുക്ക് xi എം കണ്ടുപിടിക്കാമല്ലോ. എം എന്ന് വെച്ചാൽ മീൻ ആണ്. അത് കണ്ടുപിടിക്കാം. എന്നിട്ട് xi മൈനസ് എമ്മിന്റെ മോഡുലസ് വാല്യൂസ് കണ്ടുപിടിക്കാം. ആ വാല്യൂസിനെ എല്ലാം കൂടി ഒന്നും കൂടെ മീൻ കണ്ടുപിടിച്ചാൽ നമ്മളുടെ മീൻ ഡീവിയേഷൻ കിട്ടും. മനസ്സിലാവുന്നല്ലോ ഉണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക്? xi മൈനസ് എമ്മിന്റെ വാല്യൂസിന്റെ അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കുക. അപ്പൊ നമുക്ക് കുറേ നമ്പേഴ്സ് കിട്ടില്ലേ? അതിന്റെ ആവറേജ് തന്നെയാണ് നമ്മുടെ മീൻ ഡീവിയേഷൻ. അപ്പൊ നമ്മുടെ കയ്യില് ഒബ്സർവേഷൻസ് ഉണ്ട്. നമ്മൾ അതുപയോഗിച്ച് നമ്മുടെ എം കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? മീൻ ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. മീൻ ഡീവിയേഷൻ ഒറ്റയടിക്ക് കിട്ടും. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താ? എക്സ് മൈനസ് എം, നമ്മുടെ ഒബ്സർവേഷൻ മൈനസ് അതിന്റെ മീനിന്റെ അബ്സല്യൂട്ട് വാല്യൂ. അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ ആണ് ABS. ABS എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാനുള്ളതാണ്. അതിനെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ആവറേജ് എടുക്കുക. ആവറേജ് കണ്ടുപിടിക്കാനുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എഗെയിൻ എന്ത് തന്നെയാണ്? നമ്മളുടെ മീൻ തന്നെയാണ്. സോ ഇതാണ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. മീൻ ഡീവിയേഷൻ ഇസ് ദി ആവറേജ് ഓഫ് മോഡ് xi മൈനസ് എക്സ് ബാർ അല്ലെങ്കിൽ മോഡ് xi മൈനസ് എം. അത് ആ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ മീൻ കണ്ടുപിടിക്കുക, എന്നിട്ട് ഒബ്സർവേഷൻ മൈനസ് മീൻ എന്ന് പറയുന്ന ഈ വാല്യൂവിന്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂസിന്റെ മീൻ കണ്ടുപിടിക്കുക. ഒറ്റ ലൈനിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ ആർ കൺസോളില് ഒന്ന് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എം ഡിയുടെ വാല്യൂ എന്താണെന്ന് നോക്കാം. എല്ലാം കൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. നോക്കൂ, എം ഡിയുടെ വാല്യൂ 2.884354. സോ ഇതാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ. ഇനി ഇതിന് പകരം നമ്മളോട് എങ്ങാനും മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ ചോദിച്ചാൽ എന്ത് വ്യത്യാസമാണ് വരുത്തണ്ടേ? ഇവിടെ മീൻ വാല്യൂവിന് പകരം അല്ലേ, നമ്മുടെ ഈ ഫോർമുലയിലെ മീൻ വാല്യൂവിന് പകരം നമ്മുടെ മീഡിയന്റെ വാല്യൂ ഇടണം. നമ്മൾ മീഡിയനെ ME എന്നാണ് ഡിനോട്ട് ചെയ്തത്. അപ്പൊ ആ വാല്യൂസ് ഇടണം. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഫോർമുലയിൽ എന്ത് പറ്റും? ഇവിടെ ആ ലൈനില് ME, നമ്മൾ ക്യാപ്സ് അല്ല സ്മോൾ ലെറ്റർ ആയിരുന്നു നമ്മുടെ ME, അതിടുക. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ കിട്ടും. ഇനി നമുക്ക് ഇന്നത്തെ സെഷന്റെ ലാസ്റ്റ് ഇതിലേക്ക് പോവാം. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഫോർമുല എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഡിവൈഡഡ് ബൈ എന്താ നമ്മളുടെ ഇൻറ്റു 100. അപ്പൊ നമുക്ക് ഡേറ്റ സെറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക,
മീൻ ഈ ഫംഗ്ഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ST ഫംഗ്ഷൻ വെച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഫോർമുല നമ്മൾ കൊടുക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതൊരു ബ്രാക്കറ്റിനകത്ത് ഇട്ടിട്ട് ഇൻറ്റു 100, ഇൻറ്റു എന്ന് വെച്ചാൽ സ്റ്റാർ ആണ്, ഇൻറ്റു 100. അതാണ് CV യുടെ ഫോർമുല. അത് കഴിഞ്ഞ് നമ്മൾ CV കൂടി ഇട്ട് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദി ആൻസർ. ഇവിടെ നമ്മളുടെ എക്സിന്റെ ഡേറ്റ സെറ്റ് എല്ലാത്തിനകത്ത് സെയിം ആണ്. അതുകൊണ്ട് ഓരോ പ്രാവശ്യം ഞാൻ ആ ഡേറ്റ സെറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ചുമ്മാ ആ ഒരു പ്രോഗ്രാം, നിങ്ങൾ കോപ്പി ചെയ്യുന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ എല്ലാ സ്ഥലത്തും ഈ എക്സ് കൊണ്ട് എഴുതുന്നതാണ്. സത്യം പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ ആദ്യം ഒരിടത്ത് പറഞ്ഞിട്ട് അതിനൊന്നും ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ എക്സ് ഇടേണ്ട ആവശ്യമേ ഇല്ല. കാരണം എക്സ് അതിന്റെ മെമ്മറിയിൽ സ്റ്റോർഡ് ആണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ കാണുന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഓരോ സ്ഥലത്തും എക്സ് ഇടുന്നത്. ഇപ്പൊ ശരിക്കും ഇതിനകത്ത് ഈ എക്സിന്റെ ലൈൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് റൺ ചെയ്താലും എനിക്ക് എക്സാക്ട്ലി സെയിം കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. കാരണം നമ്മൾ എക്സ് ഓൾറെഡി അവിടെ സേവ് ചെയ്തിട്ടേക്കാണ്. ഇത് റൺ ചെയ്ത ശേഷം ആൻസർ നോക്കൂ. CV എന്ന് പറയുന്നത് 19.5122. അപ്പൊ ഇതാണ് ഇന്നത്തെ measures of dispersion, measures of central tendency. So thank you.